എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് ബിൻസൺ. നമ്മൾ ഇന്നലെ മുതൽ മാത്സുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കാറ്ററ്റ് എക്സാമിന്റെ മാത്സ് ഭാഗത്ത് ചോദിക്കുന്ന മുൻവർഷ ചോദ്യങ്ങളുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റിന്റെ ഡിസ്കഷൻ നമ്മൾ ഇന്നലെ മുതൽ നമ്മൾ ആരംഭിച്ചിട്ടുണ്ടായിരുന്നു. ഈ വരുന്ന ജനുവരി 18 കാറ്ററ്റ് എക്സാം എഴുതുന്നവരാണെന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് മാത്സ് ആവശ്യമുണ്ടെങ്കിൽ, നിങ്ങൾക്ക് മാത്സ് അറിയില്ലെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഈ വീഡിയോസ് കണ്ടിരിക്കണം. 2012 മുതൽ 2024 വരെയുള്ള കാറ്റഗറി നടത്തിയിട്ടുള്ള എല്ലാ പരീക്ഷകളുടെയും മാത്സ് വിഭാഗത്തിൽ പെടുന്ന എല്ലാ ചോദ്യങ്ങളും കൃത്യമായി വിശകലനം ചെയ്ത് നിങ്ങൾക്ക് മനസ്സിലാവുന്ന തരത്തിൽ വളരെ ലളിതമായിട്ടുള്ള രീതിയിലാണ് നമ്മൾ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നത്. വരുന്ന എല്ലാ ദിവസങ്ങളും ജനുവരി 18 വരെ നമ്മൾ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. താല്പര്യമുള്ളവർ, മാത്സ് ആവശ്യമുള്ളവർ തീർച്ചയായും കണ്ടിരിക്കേണ്ട വീഡിയോ ആണ്. അപ്പൊ നമുക്ക് ആദ്യത്തെ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ അത് കണ്ടതിന് ശേഷം ഇതിലേക്ക് വരാം. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യത്തെ ചോദ്യം, താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഒരു അഭാജ്യ സംഖ്യ ഏത്? അഭാജ്യ സംഖ്യകളെ പറ്റി നമ്മൾ ഇന്നലെ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അഭാജ്യ സംഖ്യകൾ എന്ന് പറയുന്നത് നമ്മൾ സാധാരണ നമ്മൾ എണ്ണാറുള്ള നമ്പേഴ്സ് ഉണ്ടല്ലോ, 2, 3, 4, 5, 6, 7, 8, 9. ഞാൻ ഈ നമ്പേഴ്സ് ഇവിടെ എഴുതാണ്. അഭാജ്യ സംഖ്യകൾ എന്ന് പറയുന്നത് എന്താണെന്ന് ജസ്റ്റ് പറഞ്ഞു പോവാം. 1 അതുപോലെ തന്നെ അതേ നമ്പറും ഫാക്ടേഴ്സ് ആയിട്ട് വരുന്ന നമ്പേഴ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഫാക്ടേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഘടകങ്ങൾ. ഫാക്ടേഴ്സ് ആയിട്ട് വരുന്ന നമ്പേഴ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? അഭാജ്യ സംഖ്യകൾ എന്ന് പറയുന്നത്. അപ്പൊ ഈ ഘടകങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താ? ഘടകങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താ? ഇപ്പൊ ഞാനൊരു നമ്പർ എടുത്തു, 16 എന്ന് പറഞ്ഞ നമ്പർ എടുത്തു. ആ 16 ആൻസർ ആയിട്ട് വരുന്ന മൾട്ടിപ്ലിക്കേഷൻ ഏതൊക്കെയാ? 1 × 16 16 ആണ്. അപ്പൊ 1 ഉം 16. 4 × 4 16 തന്നെയാണ്. അപ്പൊ ഈ 1 ഉം 6 ഉം 4 ഈ 1നെയും 6നെയും 4നെയും 16ന്റെ ഫാക്ടേഴ്സ് അഥവാ ഘടകങ്ങൾ എന്നാണ് പറയുന്നത്. അപ്പൊ ഘടകങ്ങൾ എന്നുള്ളത് എന്താണെന്ന് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇവിടെ 1 ഇറ്റ്സെൽഫ് എന്ന് പറയുമ്പോൾ ഇപ്പൊ 2 എന്ന് പറയുന്ന നമ്പർ എടുത്തു. 2 എന്ന് പറയുന്ന നമ്പർ എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ 2 ആൻസർ ആയിട്ട് വരുന്ന മൾട്ടിപ്ലിക്കേഷൻ ഏതൊക്കെയാ? 1 × 2 മാത്രമുള്ളൂ, വേറെ ഒന്നുമില്ല. അപ്പൊ ഇത്തരം നമ്പേഴ്സിനാണ്, 1ഉം അതേ നമ്പറും മാത്രം ഘടകങ്ങളായിട്ട് വരുന്ന നമ്പേഴ്സിനാണ് നമ്മൾ എന്ത് പറയുന്നത്? അഭാജ്യ സംഖ്യകൾ എന്ന് പറയുന്നത്. ഇവിടെ ഇനി നമുക്ക് ഈസി ആയിട്ട് പറയാലോ. 2 ഇതിൽ ഏതൊക്കെ പ്രൈം നമ്പർ? നിങ്ങളൊന്ന് പറഞ്ഞു നോക്കിയാൽ ഏതൊക്കെ പ്രൈം നമ്പർ എന്നുള്ളത്? 2, പിന്നെ ഏതാ? 3 വരും. 1 × 3 വരുമോ? 4 വരും? ഇല്ല, 4 വരില്ല. കാരണം എന്താ? 1 × 4 4ആണ്. അതുപോലെ തന്നെ 2 × 4 4ആണ്. 5 വരും. 5 1 × 5 5ആണ്. അത് മാത്രമേ ഉള്ളൂ. 5 വരും. 6 വരില്ല. കാരണം എന്താ? 2 × 3 6 ഉണ്ട്. അപ്പൊ അത് വരില്ല. 7 വരും. 8 വരും. 8 വരില്ല. 4 × 2 വരും. 9 വരില്ല. കാരണം 3 × 3 9 ആണ്. പിന്നെ വരുന്ന നമ്പർ 11 ആണ്. പിന്നെ വരുന്ന നമ്പർ 13 ആണ്, എക്സെട്ര. അപ്പൊ ഈ അഭാജ്യ സംഖ്യകളുമായിട്ട് ബന്ധപ്പെട്ടുള്ള ചോദ്യങ്ങൾ കാറ്ററ്റിന് സ്ഥിരമായിട്ട് ചോദിക്കാറുള്ളതാണ്. അപ്പൊ നമുക്ക് നമ്മുടെ ചോദ്യത്തിലേക്ക് വരാം. അഭാജ്യ സംഖ്യ എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളൂ. ഇതില് എങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിക്കുക എന്നുള്ളത് നമ്മൾ നോക്കിയിട്ടില്ല. ഇവിടെ നമ്പേഴ്സ് വന്നിട്ടുണ്ട് 51, 49, 17, 117, 47. അപ്പൊ ഇവിടെ നമുക്കറിയാം 1 × 51 എന്ന് പറയുന്ന നമ്പർ എടുത്തു കഴിഞ്ഞാൽ 1 × 51 മാത്രമാണ് അതിന്റെ ഘടകങ്ങളായിട്ട് വരുന്നതെങ്കിൽ ആ നമ്പറിന് നമുക്ക് എന്ത് പറയാം? അഭാജ്യ സംഖ്യ എന്ന് പറയാം. അതാണോ നമ്മൾ ചെക്ക് ചെയ്യണം. അതായത് വേറെ ഏതെങ്കിലും നമ്പർ ഇതിന്റെ ഘടകങ്ങളായിട്ട് വരുന്നുണ്ടോ എന്ന് നോക്കണം. അങ്ങനെ വരുന്നുണ്ട് എങ്കിൽ ഇതെന്തായിരിക്കില്ല? അഭാജ്യ സംഖ്യ ആയിരിക്കില്ല. അപ്പൊ ഇവിടെ നോക്കിയേ, എല്ലാം അവസാനിക്കുന്ന ഒറ്റ സംഖ്യയാണ്. ഇതെല്ലാം ഒറ്റ സംഖ്യ നമ്പേഴ്സ് ആണ്. അപ്പൊ ഏതൊക്കെ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ ആയിരിക്കും വരാം? ഇരട്ട സംഖ്യകളുടെ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ ഇത് എന്തായാലും വരില്ല. അപ്പൊ നമുക്കറിയാം 3 അതുപോലെ തന്നെ 5 വരില്ല. 5ന്റെ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ ഏതെടുത്താലും അവസാനത്തെ അക്കം എന്ന് പറയുന്നത് 5 ആയിരിക്കും. പിന്നെ വരുന്നത് 7, 9. ഈ 3 സംഖ്യകളുടെ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ ഉണ്ടോ എന്നുള്ളത് മാത്രം ചെക്ക് ചെയ്താൽ മതി. അതിന് നിങ്ങൾ ഹരിച്ചു നോക്കേണ്ട ആവശ്യമൊന്നുമില്ല. ജസ്റ്റ് ഒന്ന് റഫായിട്ട് പറഞ്ഞുതരാം. അപ്പൊ 3ന്റെയും 9ന്റെയും മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ ഉള്ളതാണോ എന്ന് അറിയാനായിട്ട് ഒറ്റ കാര്യം നോക്കിയാൽ മതി. നമുക്ക് തന്നിട്ടുള്ള നമ്പർ ഏതാണോ ആ നമ്പറിന്റെ അക്കങ്ങളുടെ തുക. ഇപ്പൊ 27 നമ്പർ തന്നിട്ടുണ്ടായിരിക്കുക. ഇതിന്റെ അക്കങ്ങളുടെ തുക ഇപ്പൊ 3 ആണെങ്കിലും 9 ആണെങ്കിലും, 3ന്റെ കേസ് പറയുകയാണെങ്കിൽ ഇതിന്റെ അക്കങ്ങളുടെ തുക 9 ആണ്. അത് 3 അതോ 3ന്റെ ഗുണിതമോ ആണെങ്കിൽ
അത് 3ന്റെ മൾട്ടിപ്ലിക്കേഷൻ ആയിരിക്കും. ഇപ്പൊ ഞാൻ വേറെ നമ്പർ പറയുകയാണെങ്കിൽ 36 നോക്കി അക്കങ്ങളുടെ തുക 3 + 6 9 3ന്റെ മൾട്ടിപ്ലിക്കേഷൻ അല്ലേ? അതെ. ഇതേപോലെ തന്നെയാണ് 9ന്റെ കേസ്. 9 അതോ 9ന്റെ ഗുണിതമോ? നോട്ട് ചെയ്യണേ. 9 അതോ 9ന്റെ ഗുണിതമാണെങ്കിൽ എന്തായിരിക്കും? അത് 9ന്റെ മൾട്ടിപ്ലിക്കേഷൻ. ഇപ്പൊ 81 9ന്റെ മൾട്ടിപ്ലിക്കേഷൻ ആണെന്ന് അറിയാം. എന്നാലും ജസ്റ്റ് ഒരു എക്സാമ്പിളിന് വേണ്ടി പറയുന്നതാണ്. അക്കങ്ങളുടെ തുക 8 + 1 9. കണ്ടോ? 9 എന്ന് പറയുന്നത് 81ന്റെ 81 എന്ന് പറയുന്നത് 9ന്റെ മൾട്ടിപ്ലിക്കേഷൻ ആണ്. അപ്പൊ 3ഉം 9ഉം നമുക്കറിയാലോ. 7ന്റെ കേസ് മാത്രമാണ് ചെറിയൊരു വ്യത്യാസം ഉള്ളത്. ഇപ്പൊ നമ്മള് ഒരു ടേബിൾ 56 എടുത്തു. 56 7ന്റെ ഗുണിതാന്നുള്ള അറിയാം. ഞാൻ ഒരു ഉദാഹരണത്തിന് വേണ്ടി പറയുന്നതാണ്. തന്നിരിക്കുന്ന സംഖ്യയുടെ അവസാനത്തെ അക്കത്തിന്റെ ഇരട്ടി എടുക്കുക. ആദ്യം തന്നിരിക്കുന്ന സംഖ്യയുടെ അവസാന അക്കത്തിന്റെ ഇരട്ടി. അപ്പൊ ഇവിടെ തന്നിരിക്കുന്ന സംഖ്യ 56 ആണ്. 56ന്റെ ഇരട്ടി എന്ന് പറയുമ്പോൾ 6ന്റെ ഇരട്ടി എന്ന് പറയുമ്പോൾ എത്രയായിരിക്കും? 12 ആയിരിക്കും. ഈ 12ൽ നിന്ന് ബാക്കി ഇവിടെ എത്ര നമ്പർ ഉണ്ടോ ആ നമ്പർ കുറയ്ക്കാം. ഇപ്പൊ ഇവിടേക്ക് വേറെ നമ്പർ ഉണ്ടെങ്കിൽ അതിൽ നിന്ന് പിന്നെയും ആ നമ്പർ കുറയ്ക്കാം. അങ്ങനെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. ഇപ്പൊ ഇവിടെ 5 കുറയ്ക്കുമ്പോൾ എത്ര കിട്ടുന്നത്? 7. 7 നോക്കിയേ. 7ന്റെ മൾട്ടിപ്ലിക്കേഷൻ ആണ്. ഇങ്ങനെയാണ് 3ഉം 7ഉം 9ഉം നോക്കാം. ഇനി ഇതല്ലാതെ 2 ഉണ്ട്, 4 ഉണ്ട്, 6, 8, 10 ഈ നമ്പേഴ്സ് ഉണ്ട്. അപ്പൊ ഇതൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് മറ്റൊരു വീഡിയോയിൽ പറയാം. ഇവിടെ നമുക്ക് ചോദ്യത്തിലേക്ക് വരാം. നമ്മൾ പറഞ്ഞു വന്നത് 3, 7, 9 കൊണ്ട് ഈസി ആയിട്ട് ഹരിക്കാൻ പറ്റുന്ന നമ്പേഴ്സ് ആണോ എന്നുള്ളത് ചെക്ക് ചെയ്യാൻ പറ്റുന്നതാണ് നമ്മൾ നോക്കുന്നത്. ഇവിടെ നോക്കാം. 51 നമ്മൾ എന്താ നോക്കണ്ട? 3ന്റെയും 9ന്റെയും നമുക്ക് ആദ്യം നോക്കാം. 51 എടുക്കുമ്പോൾ തന്നെ 5 + 1 അക്കങ്ങൾ കൂട്ടി 5 + 1 കൂട്ടിയപ്പോ 6 എന്നുള്ളത് എന്തിന്റെ മൾട്ടിപ്ലിക്കേഷൻ ആണ്? 3ന്റെ മൾട്ടിപ്ലിക്കേഷൻ ആണ്. സോ 51 എന്നുള്ളത് 3ന്റെ മൾട്ടിപ്ലിക്കേഷൻ ആണ്. ഇതല്ല. 49 എടുത്തു. 49 ഓൾറെഡി നമുക്ക് ചെയ്ത് നോക്കേണ്ട ആവശ്യമൊന്നുമില്ല. 7ന്റെ മൾട്ടിപ്ലിക്കേഷൻ ആണ്. നോക്കിയേ. 7ന്റെ മൾട്ടിപ്ലിക്കേഷൻ നമ്മൾ പറഞ്ഞ കണ്ടീഷൻ ആണോ എന്നുള്ളത് നമുക്ക് നോക്കാം. അവസാനത്തെ സംഖ്യ എടുത്തു. 9ന്റെ ഇരട്ടി 9 + 9 18. അതിന്റെ കൂടെ തൊട്ടപ്പുറത്തെ സംഖ്യ കുറച്ചു 4. 18ന്റെ കൂടെ 4 കുറച്ച് കഴിഞ്ഞാൽ എത്രയാ? 14. നോക്കിയേ. 14 എന്നുള്ളത് 7ന്റെ മൾട്ടിപ്ലിക്കേഷൻ അല്ലേ? അതുകൊണ്ട് 49 എന്നുള്ളതും 7ന്റെ മൾട്ടിപ്ലിക്കേഷൻ ആയിരിക്കും. ഇനി അടുത്തത് എടുത്തു. അപ്പൊ 49 നമ്മുടെ ആൻസർ അല്ല. 117 എടുത്തു. 117 1 + 1 + 7 7 + 2 എന്ന് പറയുമ്പോൾ 9 കിട്ടും. 9 എന്ന് പറയുന്നത് എന്തിന്റെ മൾട്ടിപ്ലിക്കേഷൻ ആണ്? 3ന്റെ മൾട്ടിപ്ലിക്കേഷൻ ആണ്. 9ന്റെ മൾട്ടിപ്ലിക്കേഷൻ ആണ്. അപ്പൊ ഇതും നമ്മുടെ ആൻസർ അല്ല. നമ്മുടെ ആൻസർ വരുന്നത് ഏതാ? 47. ഈ 47 നിങ്ങൾ 3ഉം 7ഉം 9ഉം വെച്ചിട്ടൊന്ന് ചെയ്ത് നോക്കിക്കോളൂ. നമുക്ക് അതിന്റെ ആൻസർ കിട്ടില്ല. അപ്പൊ ഈ 47 എന്ന് പറയുന്നത് എന്താണ്? അഭാജ്യ സംഖ്യയാണ്. 47ന് എന്ത് മാത്രമേ ഫാക്ടർ ഉള്ളൂ? 1ഉം അതുപോലെ തന്നെ 47 മാത്രമേ ഫാക്ടർ ഉള്ളൂ. അപ്പൊ നമ്മൾ പറഞ്ഞത് ഇത്രയേ ഉള്ളൂ. ഇതിലെ അഭാജ്യ സംഖ്യ എന്താണെന്നുള്ളത് ആദ്യം പറഞ്ഞു. അത് നമുക്ക് തന്നിട്ടുള്ള നമ്പേഴ്സ് നമ്മൾ നോക്കി. എല്ലാം ഒറ്റ സംഖ്യ ആയിരുന്നു. അപ്പൊ നമ്മൾ ഈ ഒറ്റ സംഖ്യ ആയതുകൊണ്ട് 3ഉം 7ഉം 9ഉം വരാനേ ചാൻസ് ഉള്ളൂ. പിന്നെ വരുന്നത് 5ആണ്. 5ന്റെ അവസാനം വരുന്നത് എന്താണ്? അവസാന അക്കം വരുന്നത് 5 തന്നെ ആയിരിക്കും. 5ന്റെ ഗുണിതങ്ങളുടെ അവസാന അക്കം വരുന്നത് 5 തന്നെ ആയിരിക്കും. ഇപ്പൊ എക്സാമ്പിൾ 15 × 5 75. കണ്ടോ? 5 അവസാനം വന്നു. അപ്പൊ ഇതിൽ ഓപ്ഷൻ ഇല്ല. അപ്പൊ നമുക്ക് 5 നോക്കേണ്ട ആവശ്യമില്ല. 3ഉം 7ഉം 9ഉം നോക്കി നമ്മുടെ ആൻസർ എത്ര കിട്ടി? 47 കിട്ടി. അപ്പൊ കൃത്യമായിട്ട് നിങ്ങൾ ഇത് നോട്ട് ചെയ്ത് എടുക്കാം. നമുക്ക് അടുത്തൊരു ചോദ്യത്തിലേക്ക് അടുത്ത ചോദ്യം. താഴെ കൊടുത്തിട്ടുള്ള അളവുകളിൽ ഒരു മട്ടത്രികോണത്തിന്റെ വശങ്ങളല്ലാത്തത് ഏത്? അപ്പോ ഒരു ത്രികോണത്തിന് 3 വശങ്ങളുണ്ടാവും. 3 വശങ്ങൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതില് മട്ടത്രികോണമാണോ എന്നുള്ളതാണ് നമ്മൾ ചെക്ക് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത്. മട്ടത്രികോണത്തിന്റെ വശങ്ങൾ അല്ലാത്തത് ഏതെന്നാണ് പറയാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഇവിടെ എല്ലാതും നമ്മൾ നോക്കണം. അപ്പൊ അതിനാദ്യം നമുക്ക് എന്തറിയണം? മട്ടത്രികോണത്തിന്റെ വശങ്ങളാണോ എന്ന് എങ്ങനെ നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റാം? അതിനെ നമുക്ക് എന്തറിയണം? മട്ടത്രികോണത്തിന് തിയറി ഉണ്ട്. എന്താ? പൈതഗോറസ് സിദ്ധാന്തം. എന്തായിരുന്നു? പാദം സ്ക്വയർ പ്ലസ് ലംബം സ്ക്വയർ ഈസിക്കൽ ടു കർണം സ്ക്വയർ. പാദം സ്ക്വയർ പ്ലസ് ലംബം സ്ക്വയർ ഈസിക്കൽ ടു കർണം സ്ക്വയർ. അപ്പൊ പാദം എന്ന് പറയുന്നത്, മട്ടത്രികോണം എന്ന് പറയുന്നത് ഒരു ആംഗിള് 90 ഡിഗ്രി ആയിട്ടുള്ള ത്രികോണത്തിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? മട്ടത്രികോണം എന്ന് പറയുന്നത്. ഓൾറെഡി നമ്മൾ കഴിഞ്ഞ സെഷനിൽ പറഞ്ഞതാണ്.
അതില് ഒരു വശം പാദം പരസ്പരം പെർപെൻഡിക്കുലർ അല്ല. പെർപെൻഡിക്കുലർ ആവാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 90 ഡിഗ്രി ആവുന്ന ആംഗിളിനെയാണ് 90 ഡിഗ്രി ആംഗിൾ ആവുന്നത് എവിടെയാണോ അതിന്റെ ഒപ്പമുള്ള വശങ്ങളെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ലംബവശങ്ങൾ എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ ഒരു ലംബം ഉണ്ടാവും, ഒരു പാദം ഉണ്ടാവും. ഈ ലംബം സ്ക്വയർ പ്ലസ് പാദം സ്ക്വയർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കർണ സ്ക്വയർ കിട്ടുന്നു. അങ്ങനെയാണെങ്കിൽ മാത്രം എന്തായിരിക്കും, ഇതൊരു മട്ടത്രികോണമായിരിക്കും. അപ്പൊ ഞാൻ അവിടെ ജസ്റ്റ് ഒരു എക്സാമ്പിൾ ആയിട്ട് 3, 4, 5 ഒക്കെ എഴുതിയിട്ട് നമുക്ക് ജസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കാം. പാദം എത്രയാണ് കൂടെ ഈ തന്നിട്ടുള്ള ത്രികോണത്തിന്റെ 4 ആണ്. 4 സ്ക്വയർ പ്ലസ് 3, ലംബം എന്ന് പറയുന്നത് 3 ആണ്. 3 സ്ക്വയർ ഈക്വൽ ടു കർണം 5 സ്ക്വയർ ആണ്. നോക്കിയേ, 4 + 3 7, പിന്നെ 7 സ്ക്വയർ ചെയ്യരുത് കേട്ടോ. ഇതൊരു ടേമും ഇതൊരു ടേമാണ്. 4 സ്ക്വയർ എന്ന് പറയുന്നത് 16 പ്ലസ് 3 സ്ക്വയർ എന്ന് പറയുന്നത് 9 ഈക്വൽ ടു 5 സ്ക്വയർ എന്ന് പറയുന്നത് 25. നോക്കിയേ, 16 + 9 25 ഈക്വൽ ടു 25. അപ്പൊ നമുക്ക് കിട്ടിയത് ഈക്വൽ ആണ്. ഇതാണ് നമ്മളവിടെ ചെക്ക് ചെയ്യേണ്ടത്. നമ്മൾ എവിടെ ചെക്ക് ചെയ്യണം, നമ്മുടെ ക്വസ്റ്റ്യനിൽ നോക്കണം. ആദ്യത്തെ ഓപ്ഷൻ എടുത്തോളൂ. ആദ്യത്തെ ഓപ്ഷൻ നോക്കാം, നിങ്ങൾക്ക് നോക്കാവുന്നുള്ളൂ. 3 സ്ക്വയർ ജസ്റ്റ് ഇക്വേഷൻ എഴുതേണ്ട ആവശ്യമില്ല. 3 സ്ക്വയർ പ്ലസ് 4 സ്ക്വയർ എത്രയാന്ന് നോക്കാം. 3 സ്ക്വയർ എന്ന് പറയുന്നത് 9, 4 സ്ക്വയർ എന്ന് പറയുന്നത് 16, 16 + 9 എന്ന് പറയുന്നത് 25. അപ്പോ 5 സ്ക്വയർ എന്ന് പറയുന്നത് 25 തന്നെയാണ്. ഇതല്ല, ഇനി അടുത്തെടുത്തു 6 സ്ക്വയർ പ്ലസ് 8 സ്ക്വയർ ഈക്വൽ ടു 10 സ്ക്വയർ കിട്ടുന്നുണ്ടോ നോക്കാം. 6 വരച്ച് നോക്കേണ്ട ആവശ്യമില്ല, ജസ്റ്റ് ഡയറക്റ്റ് ആയിട്ട് എഴുതി നോക്കിയാൽ മതി. അപ്പൊ 6 സ്ക്വയർ എന്ന് പറയുമ്പോൾ 36 പ്ലസ് 8 സ്ക്വയർ എന്ന് പറയുമ്പോൾ 64, 10 സ്ക്വയർ എന്ന് പറയുന്നത് 100. ഈ സ്ക്വയർ എഴുതുന്നത് അറിയാലോ, 8 സ്ക്വയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 8 × 8 അതേ സംഖ്യ തന്നെ 2 പ്രാവശ്യം മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോ 36 + 64 കൂട്ടി നോക്കുമ്പോൾ നമുക്ക് 100 കിട്ടും. അപ്പൊ ഇത് ഈക്വൽ ആയിട്ട് വരുന്നുണ്ട്. അപ്പൊ ഇത് മട്ടത്രികോണത്തിന്റെ വശങ്ങൾ തന്നെയാണ്. അടുത്തത് 5 സ്ക്വയർ പ്ലസ് 12 സ്ക്വയർ ഈക്വൽ ടു 13 സ്ക്വയർ ആണോ എന്നുള്ളത് നോക്കാം. 5 സ്ക്വയർ എന്ന് പറയുന്നത് 25, 12 സ്ക്വയർ എന്ന് പറയുന്നത് 144 ഈക്വൽ ടു 13 സ്ക്വയർ എന്ന് പറയുമ്പോൾ 169. ഇനി 125 കൂടെ 144 കൂട്ടി നോക്കിയേ, 169 തന്നെ നമുക്ക് കിട്ടും. അപ്പൊ ഇത് പൈതഗോറസ് തിയറം അനുസരിച്ച് കറക്റ്റ് ആയിട്ട് വരുന്നുണ്ട്. അപ്പൊ ഇതും മട്ടത്രികോണാണ്. അപ്പൊ നമുക്ക് 3 എണ്ണം ചെയ്തപ്പോ 3 നമുക്ക് മട്ടത്രികോണാണെന്ന് കിട്ടി. ഇനി നമുക്ക് ഇത് നോക്കേണ്ട ആവശ്യമില്ല, എന്നാൽ നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. 9 സ്ക്വയർ പ്ലസ് 12 സ്ക്വയർ ഈക്വൽ ടു 18 സ്ക്വയർ ആണെന്ന് നോക്കാം. 9 സ്ക്വയർ പ്ലസ് 12 സ്ക്വയർ, 9 സ്ക്വയർ എന്ന് പറയുന്നത് 81, 12 സ്ക്വയർ എന്ന് പറയുന്നത് 144. 144ന്റെ കൂടെ 81 കൂട്ടി കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് 225 ആണ്. കൂട്ടി നോക്കാം, 225 ആണ്. 18ന്റെ 324 ആണ്. ഇത് ഈക്വൽ അല്ല. ഇങ്ങനെ പൈതഗോറസിന്റെ തിയറി അനുസരിച്ച് കറക്റ്റ് ആയിട്ട് വരാത്ത ഒരു കണ്ടീഷൻ ആണെങ്കിൽ അത് എന്തായിരിക്കില്ല, അത് മട്ടത്രികോണായിരിക്കില്ല. ഇത് സ്ഥിരമായിട്ട് കേട്ടിട്ട് ചോദിക്കുന്നതാണ് കേട്ടോ. ഈ മട്ടത്രികോണമായിട്ട് ബന്ധപ്പെട്ടുള്ള ചോദ്യങ്ങൾ സ്ഥിരമായിട്ട് ചോദിക്കുന്നതാണ്. അതുകൊണ്ട് അതിൻ്റെതായിട്ടുള്ള പ്രാധാന്യം കൊടുത്തുകൊണ്ട് തന്നെ പഠിക്കുക. അടുത്ത ക്വസ്റ്റ്യൻ, അടുത്ത ചോദ്യം. ഒരു കലണ്ടറിൽ ഒരു സമചതുരത്തിൽ വരുന്ന 9 സംഖ്യകൾ അക്ഷരങ്ങൾ കൊണ്ട് രേഖപ്പെടുത്തിയിരിക്കുന്നു. ABCDEFGHI. അപ്പൊ അതില് നമുക്കൊരു സ്ക്വയർ തന്നിട്ടുണ്ട്. അതില് വലത്തോട്ട് 3 ഉണ്ട്, താഴോട്ട് 3 ഉണ്ട്. അങ്ങനെ മൊത്തം 9 ലെറ്റേഴ്സ് വെച്ചിട്ടാണ് അവർ ഫില്ല് ചെയ്തിട്ടുള്ളത്. A+I ഇങ്ങനെ നോക്കുമ്പോ A+I എന്ന് പറയുന്നത് എത്രയാന്ന് പറഞ്ഞിട്ടുണ്ട്, 38 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ അടുത്ത് എന്താ ചോദിച്ചിട്ടുള്ളത്, A കണ്ടുപിടിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ഇതിന് നമ്മൾ വല്ലാണ്ട് തലകുത്തി പറയേണ്ട ആവശ്യമൊന്നുമില്ല, വളരെ എളുപ്പത്തിൽ നമുക്ക് കിട്ടാവുന്നതാണ്. പക്ഷെ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഇവിടെ എന്താണെന്ന് അവർ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്, കലണ്ടർ ആണെന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. ഈ കലണ്ടറിന് ഒരു പ്രത്യേകത ഉണ്ട്. കലണ്ടറിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്, കലണ്ടറിൽ ഞാനിപ്പോ ജസ്റ്റ് ആ തന്നിട്ടുള്ള ഇമേജ് കലണ്ടറിലേക്ക് ഒന്ന് സെറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ തൊട്ടപ്പുറത്ത് അതേ എണ്ണത്തില് വേറൊരു സ്ക്വയർ കൂടി സെറ്റ് ചെയ്തിട്ടുണ്ട്. അത് എന്തിനാണെന്ന് പറഞ്ഞുതരാം. ഇവിടെ നമ്മുടെ അടുത്ത് ഈ എയും അതുപോലെ തന്നെ എയും ഈ അവസാനത്തെ ഐയും കൂടി കൂട്ടി കഴിഞ്ഞാൽ നമുക്ക് എത്ര കിട്ടുന്നുള്ളത്, 38 കിട്ടുന്നുള്ളത്. ഈ കലണ്ടറിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് നോക്കിയേ, ഞായർ, തിങ്കൾ, ചൊവ്വ, ബുധൻ, വ്യാഴം, വെള്ളി, ശനി. ഇവിടെ ഒരു കലണ്ടറിന്റെ ഉള്ളിൽ നമ്മളൊരു ചതുരം വരയ്ക്കുകയാണെങ്കിൽ 3 × 3 9 നമ്പേഴ്സ് ഉൾപ്പെടുത്തി നമ്മൾ ഒരു സമചതുരം വരയ്ക്കുകയാണെങ്കിൽ അതിന്റെ നമ്പേഴ്സിന്റെ പ്രത്യേകത നോക്കിയേ. ഞാൻ ഈ ഒരു ലൈൻ വരയ്ക്കുന്നത് കാണാണോ, യെല്ലോ വെച്ചിട്ട് വരച്ചിട്ടുണ്ട്.
ഈ ഒരു വെർട്ടിക്കൽ ആയിട്ട് എടുക്കുന്നത് 1 പ്ലസ് 9 പ്ലസ് 17 എത്ര കിട്ടുന്നത് 1 പ്ലസ് 9 പ്ലസ് 17 എന്ന് പറയുന്നത് എത്രയാണ് 27 ആണ്. ഇവിടെ ഒരു പ്രത്യേകത ഉണ്ട്. ഈ 1ഉം ഈ 17ഉം കൂടി കൂട്ടിയിട്ട് അതിനെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ നടുക്കത്ത് കിട്ടും. അതായത് 1 പ്ലസ് 17/2 18/2 ആണ് 9. ഇതേപോലെ തന്നെയാണ് ഇങ്ങോട്ടുള്ളത് ഈ വെർട്ടിക്കൽ ആയിട്ടുള്ളത്. നമ്പേഴ്സ് ജസ്റ്റ് ഒന്ന് നോക്കിക്കുക 3 പ്ലസ് 15 15 പ്ലസ് 3/2 18/2 9 കിട്ടും. ഇനി ഇതേപോലെ തന്നെയാണ് താഴോട്ട് വരുമ്പോ എങ്ങനെയാ താഴോട്ട് വരുമ്പോ 1ഉം 15 കൂടി കൂട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ 16 കിട്ടും. 16/2 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എത്ര കിട്ടും 8 കിട്ടും. ഇനി ഇങ്ങോട്ട് വേണമെങ്കിൽ ഇങ്ങോട്ട് നോക്കിക്കോ 1 പ്ലസ് 3 4 4/2 2 താഴത്തുള്ളത് നോക്കിയോ 15 പ്ലസ് 17 30 19 20 27 32 കിട്ടും. 32ന്റെ പകുതി കാണുമ്പോ നമുക്ക് 16 കിട്ടും. അപ്പൊ ഇങ്ങനെ കുത്തനെയും വിലങ്ങനെയും അതുപോലെ തന്നെ ഈ വെർട്ടിക്കലും ആയിട്ടുള്ള ഈ രീതിയിൽ എല്ലാം നമ്മൾ 2 തലക്കുള്ളത് കൂട്ടി നോക്കുമ്പോൾ നമുക്ക് ബൈ 2 ചെയ്താൽ നമുക്ക് നടുക്കുന്ന സംഖ്യകൾ കിട്ടാം. ഇവിടെ നോക്കിയേ നമുക്ക് ക്വസ്റ്റ്യനില് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് എന്താണ് ഇത്. ഇവിടെ നമുക്ക് ക്വസ്റ്റ്യൻ നമ്മൾ പറയുകയാണെങ്കിൽ എയും അതുപോലെ തന്നെ ഐയും കൂടി കൂട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ 38 കിട്ടുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. എയും ഐയും കൂടി കൂട്ടി കഴിഞ്ഞാൽ 38 കിട്ടും. അങ്ങനെയാണെങ്കിൽ ഈ നടുക്കിലുള്ള ഈ കാണാൻ നമുക്ക് സുഖല്ലേ. ഈ 38നെ എന്ത് ചെയ്താൽ മതി ബൈ 2 ചെയ്താൽ മതി. 38നെ 2 ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും 19 കിട്ടും. അപ്പൊ നമുക്ക് എന്ത് കിട്ടി 19 കിട്ടി. നമുക്ക് ഇവിടെ നമുക്ക് 19 കിട്ടി. ഇനി നമുക്ക് ഈ വളരെ ഈസി ആണല്ലോ. 19 കഴിഞ്ഞാൽ അടുത്തത് ഇവിടെ 20 ആയിരിക്കും. ഈ 19ൽ നിന്ന് 1 കുറച്ച് കഴിഞ്ഞാൽ 18 ആയിരിക്കും. പിന്നെ ഇവിടെ തൊട്ട് മേലത്തെ എത്ര ആയിരിക്കും ഇവിടെ നോക്കിയേ ഈ 1 ഒരു തിങ്കളാഴ്ച കഴിഞ്ഞാൽ അടുത്ത തിങ്കളാഴ്ച 10 ദിവസം ഒരാഴ്ച നമ്മൾ സാധാരണ പറയാറുണ്ട് ഇല്ലേ. അപ്പൊ ഈ 1ന്റെ കൂടെ 7 കൂട്ടുമ്പോഴാണ് 8 കിട്ടുന്നത്. 8ന്റെ കൂടെ 7 കൂട്ടുമ്പോഴാണ് 15 കിട്ടുന്നത്. അപ്പൊ ഇവിടെ നോക്കിയേ ഈ 18ന്റെ കൂടെ 7 കുറച്ചാൽ നമുക്ക് ഇവിടെ എത്ര കിട്ടും 18 7 കുറച്ച് എത്ര കിട്ടും 11 കിട്ടും. 11ന്റെ കൂടെ 7 കൂട്ടുമ്പോഴാണ് 18 കിട്ടുന്നത്. ഇതില് ഒരെണ്ണം തന്നാൽ തന്നെ നമുക്ക് എല്ലാം കണ്ടുപിടിക്കാം. അപ്പൊ ഈ 11ന്റെ കൂടെ 12 ഇവിടെ ആയിരിക്കും. അടുത്തത് 13 ആയിരിക്കും. ഇനി അടുത്തത് ജി കണ്ടുപിടിക്കാനാണെങ്കിൽ 18ന്റെ കൂടെ 7 കൂട്ടിയാൽ മതി. 18ന്റെ കൂടെ 7 കൂട്ടി കഴിഞ്ഞാൽ 25 കിട്ടും. ഇവിടെ 26 കിട്ടും. ഇവിടെ 27 കിട്ടും. ഇവിടെ F20 എന്ന് എഴുതിയിട്ട് തൊട്ട് താഴെ ഇത് 21 എഴുതി വെക്കിരിക്കുള്ളൂ. കാരണം ഇത് കലണ്ടർ ആണെന്ന് പ്രത്യേകം എടുത്തു പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമ്മുടെ ക്വസ്റ്റ്യനിലേക്ക് വരാം. ക്വസ്റ്റ്യനിലെ എത്രയാണ് എ എത്രയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. എയുടെ വാല്യൂ ഇവിടെ ഓപ്ഷൻ ഉണ്ട് 11. അപ്പൊ കലണ്ടറിന്റെ ചോദ്യം വരുമ്പോൾ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ട കാര്യം കലണ്ടർ സ്ക്വയറിൽ വരച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അതിലത്തെ നമ്പേഴ്സ് കൂട്ടുമ്പോൾ ഒരേ വാല്യൂ ആണ് കിട്ടുക എന്നുള്ളതും അതുപോലെ തന്നെ 2 ഇപ്പൊ എയും സിയും കൂടി കൂട്ടിയിട്ട് ബൈ 2 ചെയ്ത് നടുക്കുന്നത് കിട്ടും. ഈ കാര്യം നമ്മൾ കൃത്യമായിട്ട് അടുത്ത ചോദ്യം എ പ്ലസ് ബി ഈക്വൽ ടു 15 എ ബി ഈക്വൽ ടു 54 ആയാൽ 1/a പ്ലസ് 1/b എത്രയാണ്? 1/b യുടെ വില എത്രയാണ്? ഇവിടെ a പ്ലസ് ബി എ ബി 1/a 1/b ഇങ്ങനൊന്നും ആലോചിക്കേണ്ട ആവശ്യമില്ല. നമുക്ക് ഇവിടെ ഒറ്റ കാര്യം അറിഞ്ഞാൽ മതി ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ. ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ പലർക്കും അറിയില്ല എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടത് എന്നുള്ളത്. നമുക്ക് മാത്സിൽ ബേസിക്കലി 4 ഓപ്പറേഷൻസ് ആണുള്ളത്. പ്ലസ്, അഡിഷൻ, സങ്കലനം, അതുപോലെ തന്നെ സബ്ട്രാക്ഷൻ, മൾട്ടിപ്ലിക്കേഷൻ, ഡിവിഷൻ. ഇവിടെ ഭിന്നസംഖ്യകളുടെ ശ്രദ്ധിക്കുക. ഭിന്നസംഖ്യകൾ എന്ന് പറയുന്നത് a/b ഫോമിൽ എഴുതുന്ന നമ്പേഴ്സ് ആണ്. ഈ നമ്പേഴ്സ് ഇപ്പൊ 1/2, 3/4, 5/7 ഇതെല്ലാം എന്താണ് ഭിന്നസംഖ്യകളാണ്. ഈ ഭിന്നസംഖ്യകളുടെ കൂട്ടാനും കുറയ്ക്കാനും വേണ്ടി മാത്രമാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ യൂസ് ചെയ്യുന്നത്. ഇവിടെ ഭിന്നസംഖ്യകൾ ഈ 1/a എന്ന് പറയുന്നത് ഭിന്നസംഖ്യയാണ്. 1/b എന്ന് പറയുന്നത് ഭിന്നസംഖ്യയാണ്. ഇത് ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുമ്പോൾ ചെയ്യുന്ന രീതി എന്ന് പറയുന്നത് 1 into b നമ്മൾ ആദ്യം ചെയ്യും. 1 into b പ്ലസ് 1 into a ഇവിടെയുള്ളതും ഇൻറ്റു ചെയ്തിട്ട് ഇവിടെ എഴുതും. മുകളിൽ ന്യൂമറേറ്റർ എഴുതി ബൈ a into b ഡിനോമിനേറ്റർ ചേർന്ന തമ്മില് ഇൻറ്റു ചെയ്യും. അതൊരു ഇക്വേഷൻ ആയിട്ട് പറയുകയാണെങ്കിൽ നമുക്ക് എങ്ങനെ പറയാം? a/b പ്ലസ് c/d ആണെങ്കിൽ a into d പ്ലസ്
ഒന്ന് പറഞ്ഞു നോക്കിയേ. അടുത്തത് വരാ സി ഇൻറ്റു ബി ഓൾ ഡിവൈഡഡ് ബൈ ബി ഇൻറ്റു ഡി. ഈ എക്കും ബിക്കും സിക്കും ഡിക്കും വേറെ നമ്പേഴ്സ് ഏതാണെങ്കിലും നമ്മൾ ഈ മെത്തേഡിലാണ് ചെയ്യുക. ഇതാണ് നമ്മുടെ ഇക്വേഷൻ എന്ന് പറയുന്നത്. ഇവിടെ നോക്കിയേ 1 ഇൻറ്റു ബി എന്ന് പറയാം. നമ്മളിത് കണ്ടിന്യൂ ചെയ്യാം. 1 ഇൻറ്റു ബി എന്ന് പറയുന്നത് എത്രയാ? ബി പ്ലസ് 1 ഇൻറ്റു എ എന്ന് പറയുന്നത് എ ആണ്. ഓൾ ഡിവൈഡഡ് ബൈ എ ഇൻറ്റു ബി എന്ന് പറയുന്നത് എ ബി ആണ്. ഇനി ബി പ്ലസ് എ എന്ന് പറയുന്നത് ഈ സംഭവം നമുക്ക് എന്ത് തന്നിട്ട് ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. ബി പ്ലസ് എ എന്ന് പറയുന്നത് എ പ്ലസ് ബി എന്ന് പറഞ്ഞാണ് തന്നിട്ടുള്ളത്. എ പ്ലസ് ബി എന്ന് പറഞ്ഞാലും ബി പ്ലസ് എ എന്ന് പറഞ്ഞാലും രണ്ട് സെയിം തന്നെയാണ്. ഇപ്പൊ 2 പ്ലസ് 3 5 എന്ന് പറഞ്ഞാലും 3 പ്ലസ് 2 5 എന്ന് പറഞ്ഞാലും എന്ത് തന്നെയാണ്? രണ്ടും സെയിം തന്നെയാണ്. ഇവിടെ നോക്കാം. ഇവിടെ എ പ്ലസ് ബിക്ക് വരെ എന്ത് കൊടുക്കാം? 15 കൊടുക്കാം. 15 ബൈ എ ബിക്ക് വരെ എന്ത് കൊടുക്കാം? 54 കൊടുക്കാം. 15 ബൈ 54 ആണ് ഉത്തരം കിട്ടിയത്. പക്ഷെ ഇവിടെ നോക്കുമ്പോ 15 ബൈ 54 കാണാൻ. അപ്പൊ എന്ത് ചെയ്യണം? അപ്പൊ ഇതിനെ സിംപ്ലിഫൈ ചെയ്തിട്ടാണ് അവർ കൊടുത്തിട്ടുള്ളത്. സിംപ്ലിഫൈ ചെയ്ത് ലഘൂകരിക്കുക. നമ്മൾ ഈ വെട്ടി ചെറുതാക്കുക പറയും ആ പരിപാടി. 15 ബൈ 54 എന്ന് പറയുമ്പോൾ ഇതെങ്ങനെ വെട്ടി ചെറുതാകുക ഇപ്പോഴും സംശയമുള്ളവരുണ്ടാവും. അപ്പൊ ഇവിടെ ഇതാണ് അംശം, ഇതാണ് ഛേദം. അംശം 15ഉം ഛേദം 54ആണ്. രണ്ട് നമ്പറിലും ഒരുപോലെ ഹരിക്കാൻ കഴിയുന്ന ഒരു നമ്പർ. 15ലും 54ഉം ഒരുപോലെ ഹരിക്കാൻ കഴിയുന്നത് 5ന് പറ്റില്ല, 4ന് പറ്റില്ല. അപ്പൊ നമുക്ക് ജസ്റ്റ് ഒന്ന് 3 നോക്കി നോക്കാം. 15 ബൈ 3 എന്ന് പറയുന്നത് 5 ആണ്. 54 ബൈ 3 എന്ന് പറയുന്നത് എത്രയാണ്? 18 ആണ്. 18 8 3 54. അപ്പൊ ഇതിന്റെ ആൻസർ വരുന്നത് 5 ബൈ 18 ആണ്. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഈ വെട്ടിച്ചെറുതാകലൊക്കെ അതുപോലെ തന്നെ ഈ മാത്സിന്റെ ബേസിക്സിൽ വരുന്ന ഭാഗങ്ങളാണ് ഈ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ. അതിനൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ ചെയ്യാം. വരും ദിവസങ്ങളിൽ വീഡിയോ അപ്ലോഡ് ചെയ്യാം. ഇനി അടുത്തൊരു ചോദ്യം. 8 പ്ലസ് 8 ബൈ 8ന് തുല്യമായത്. ഇത് ഏറ്റവും ഫസ്റ്റ് നമ്മളൊരു ട്രാപ്പിൽ പോയി പെടുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഈ ബോർഡ് മാസിന്റെ സെക്ഷനിൽ വരുന്ന ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ ഇവിടെ എല്ലാവരും ചെയ്ത് വെക്കുക. ഈ ഇതറിയാത്തവർ ചെയ്ത് വെക്കുക. എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ 8 പ്ലസ് 8 പ്ലസ് 8 24 ബൈ 8 3 ഇവിടെ ഓപ്ഷനിലേക്ക് എടുക്കുന്നുണ്ട്. ഈ 3 കാണുമ്പോൾ സന്തോഷം, നമ്മൾ ചെയ്ത് ശരിയാണെന്ന് വിചാരിക്കും. പക്ഷെ ഒരിക്കലല്ല. ആന മണ്ടത്തരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആന മണ്ടത്തരാണ്. അങ്ങനെ ഒരിക്കലും ചെയ്യരുത്. ഇങ്ങനെ ക്രിയകൾ വരുമ്പോ നമുക്ക് പല രീതിയിൽ ഒന്നും ചെയ്യാനുള്ള ഇതില്ല. ഇവിടെ ബോർഡ് മാസ് എന്ന് പറഞ്ഞുള്ള റൂൾ ഉപയോഗിക്കുന്നു. ബോർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്രാക്കറ്റ്, ഓ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓഫ്, ഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിവിഷൻ, എം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൾട്ടിപ്ലിക്കേഷൻ, എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഡിഷൻ, എസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സബ്ട്രാക്ഷൻ. ആദ്യം ബ്രാക്കറ്റ് തന്നിരിക്കുന്ന ക്രിയയില് ബ്രാക്കറ്റ് ഉണ്ടോ നോക്കാൻ, ഉണ്ടെങ്കിൽ അതേ ചെയ്യാൻ പാടുള്ളൂ. പിന്നെ ഓഫ് എന്ന് പറഞ്ഞുള്ള ലെറ്ററോ അല്ലെങ്കിൽ ബ്രാക്കറ്റ് അതിന് തുല്യമായിട്ടുള്ള ബ്രാക്കറ്റ് ഉണ്ടോ നോക്കുക. അതും ഇവിടെ ഇല്ല. ഡി ഡിവിഷൻ കണ്ടോ, ഈ ഓർഡറിലാണ് നമ്മൾ ചെയ്യുന്നത്. ഡി ആണ് ബോർഡ് മാസിന്റെ ഡിവിഷൻ ആണ് ആദ്യം വരിക. ആരാണ് ആദ്യം വരിക? ഇവിടെ 8 പ്ലസ് 8 ബൈ 8. അപ്പൊ ഈ ഡിവിഷൻ ആണ് നമ്മൾ ആദ്യം ചെയ്യുന്നത്. അപ്പൊ 8 പ്ലസ് 8, ഈ 8 ബൈ 8 എന്ന് പറയുന്നത് 1. ഇതിന് പകരമാണ് നമ്മൾ 1 എഴുതുന്നത്. അപ്പൊ ഈ 8 ബൈ 8 പോയി, ഇവിടെ 1 ആയി. ഇനി വേറെ നമ്മളൊന്നും നോക്കേണ്ട ആവശ്യമില്ല. കാരണം ഇവിടെ എല്ലാം പ്ലസ് ആണ്, കൂട്ടിയാൽ മതി. 8 പ്ലസ് 8 16, 16 പ്ലസ് 1 17. കണ്ടോ 17. ഓപ്ഷൻ സി ആണ് നമ്മുടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. അപ്പൊ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഈ 3 എന്ന് പറയുന്നത് നമ്മള് ഇതറിയാത്തവരാണെങ്കിൽ ഈ 3 8 കൂടി കൂട്ടിയിട്ട് ബൈ 8 ചെയ്യും. 3 ഓപ്ഷനിൽ കാണും. അത് കറക്റ്റ് ആയിട്ട് അത് മാർക്ക് ചെയ്യുകയും ചെയ്യും. നമ്മുടെ ആൻസർ സെറ്റ് ചെയ്യും. അപ്പൊ ഇത്തരം കാര്യങ്ങൾ വളരെ എളുപ്പത്തിൽ നമുക്ക് റെഡിയാക്കാവുന്നതാണ്. അപ്പൊ ഇത് ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പോ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു, മനസ്സിലായെന്ന് വിചാരിക്കുന്നു. മനസ്സിലാവാത്തവരുണ്ടവര് ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യാം.